ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു നാടൻ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി സാമ്പാർ. ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല സാമ്പാർ കൂട്ടി കഴിക്കുന്നതിൻ്റെ രസമൊന്ന് വേറെയാണ് അല്ലേ. നമുക്ക് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന സാമ്പാർ വെജിറ്റബിൾസ് പറയാം. ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, പച്ചക്കായ ഉണ്ട്, വഴുതനങ്ങ, തക്കാളി, കുമ്പളങ്ങ, പിന്നെ ചേന. ഇത് ആണ് എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷൻ. നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. മത്തങ്ങ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അതുപോലെ വേറെ വെജിറ്റബിൾസ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു നാരങ്ങ സൈസിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ സാമ്പാർ കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4-5 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങക്കായ, അത് ഒരേ സൈസ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ചെറിയ വഴുതനങ്ങ, പിന്നെ പച്ചക്കായ ഒരു 1/4 ഭാഗം, ഇത് വലിയ ചതുര കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കളറ് മാറുന്ന വെജിറ്റബിൾസ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ പോവുകയാണ്. കുമ്പളങ്ങ ഒരു 1/2 കപ്പ്, അതുപോലെ തന്നെ ചേന 1/2 കപ്പ് ചതുര കഷ്ണങ്ങളായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ് കേട്ടോ. അപ്പോൾ ചേനയും കളർ മാറുന്നതുകൊണ്ട് അതും കൂടി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചുവന്നുള്ളി ഒരു 7 എണ്ണം മുഴുവനോടുകൂടിയാണ് ഇടുന്നത്. നമ്മൾ സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തക്കാളി അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ബാക്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് 1/2 കപ്പ് തൂരപ്പരിപ്പ്. ഇത് നന്നായിട്ടൊന്ന് കഴുകാൻ പോവുകയാണ്, എന്നിട്ട് പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണം. ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ്. 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സ്റ്റീം കേൾക്കുന്നവരെ കുക്ക് ചെയ്യാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കാം. തന്നെ ചൂടാറാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് വെയിറ്റ് മാറ്റിയാൽ മതി. ഈ സമയത്ത് നമുക്ക് വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 1/4 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ചന്നാദാൽ, കടലപ്പരിപ്പ്, പിന്നെ ഒരു വലിയ നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ഉലുവ, പിന്നെ 5 ഉണക്കമുളക്. ഞാൻ പിരിയമുളകാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ചേർത്ത് നമ്മൾ ഈ ഡ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. കളറൊന്നും മാറണ്ട. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കാം. 1/4 കപ്പ് ലൂസായിട്ട് പാക്ക് ചെയ്തതാണ്. ഇനി അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മാറരുത്. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ ചെറിയ ചൂടിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേ അതൊരു ഗോൾഡൻ കളർ ആയിക്കൊണ്ട് ഇരിക്കണം. ഇതിലേക്കൊരു ചെറിയ കഷ്ണം പച്ചക്കായം, നല്ല പച്ചക്കായമാണെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. വളരെ ചെറിയ പീസ് പാടുള്ളൂ കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി കായപ്പൊടിയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ അതും ചേർക്കാം. അതാവുമ്പോൾ പിന്നെ ആയാലും ചേർക്കാം. പച്ചക്കായമാകുമ്പോൾ ഈ വറുക്കുമ്പോൾ തന്നെ ചേർക്കുന്നതാണ് നല്ലത്, പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ പാനിൽ നിന്ന് മാറ്റണം. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാനിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ കറുത്തു പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ പ്രഷർ കുക്കർ. ഇനി അത് തുറക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പരിപ്പ് ഒരു പകുതി ഭാഗം പരിപ്പ് നമ്മൾ മാറ്റിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. പ്രഷർ കുക്കറിൽ ബാക്കി പകുതി പരിപ്പും അതിൻ്റെ വെള്ളവും പ്രഷർ കുക്കറിൽ തന്നെ.
ഈ പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം, അത് ഏറ്റവും അവസാനം ചേർക്കാം. ഇതാ സാമ്പാറിൻ്റെ ടെക്സ്ചർ ഒന്ന് നന്നാവാൻ വേണ്ടി കുറച്ച് പരിപ്പ് അങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇനി ഈ പരിപ്പും വെള്ള പ്രഷർ കുക്കറിലേക്ക് ബാക്കി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. വെണ്ടയ്ക്ക, ടൊമാറ്റോ ഒഴികെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, വഴുതനങ്ങ, ചേന, ചുവന്നുള്ളി, കുമ്പളങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്കായ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസിൻ്റെ അളവ് ഒരുപാട് കൂടി പോവണ്ട, നമുക്ക് തീർക്കാൻ പറ്റില്ല, സാമ്പാർ വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു അളവാണ് നല്ലത്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത്, അതുപോലെ തന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത്, കണ്ടില്ലേ വെജിറ്റബിൾസിന് ആവശ്യമുള്ള അത്രയും വെള്ളം. ഇതിനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റീം കേൾക്കുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഒന്ന് സ്റ്റീം റിലീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചില വെജിറ്റബിൾസ് കൂടുതൽ വെന്ത് പോകും. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ വറുത്ത തേങ്ങയും സ്പൈസ് മിക്സ്ചറും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രമുള്ള അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലൊരു പേസ്റ്റായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഒരു സ്റ്റീം വിസിൽ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം ഒന്ന് വീടിച്ച് കൊടുക്കുകയാണ് ഞാൻ. വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ പിടിച്ചാലും ചെയ്യാം. പിന്നെ നമ്മുടെ പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ആഡ് ചെയ്യാതെ കൊടുക്കാൻ പോവാണ്. വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് പതിക്കനൊന്ന് തിളച്ചാൽ മതി. ആ പച്ചമണം, സ്പൈസസിൻ്റെ പച്ചമണം ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടണം. നല്ലൊരു സാമ്പാറിൻ്റെ മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പരിപ്പ്, തൂരപ്പരിപ്പ്, അതിപ്പോൾ ആഡ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം വേണം, അപ്പോൾ 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണം ഇങ്ങനെ ചേർക്കാൻ. ആദ്യം തന്നെ വെള്ളം കൂടി പോകരുത്, നമ്മുടെ സാമ്പാറിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. അതാണ് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം, ടേസ്റ്റിനനുസരിച്ച്. പിന്നെ നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ച വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, അത് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം. പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ചേന, പച്ചക്കായ ഇതെല്ലാം നല്ല പാകത്തിനായിട്ടുണ്ടാവണം. അപ്പോൾ ഇനി നമ്മൾ വെണ്ടയ്ക്കയും ടൊമാറ്റോയും മാറ്റി വെച്ചിരുന്നില്ലേ, അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ചേർക്കണം. അതിൻ്റെ ഒപ്പം പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3 ചെറിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ആ വെണ്ടയ്ക്ക നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ കളറായിട്ട് കിട്ടണം. നല്ല ഗ്രീൻ ഒരു കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊന്ന് ഇളക്കി ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കിയാൽ മതി. വെണ്ടയ്ക്ക നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനൊരു സ്ലൈമി ടെക്സ്ചർ വരാൻ സാധ്യതയുണ്ട്, ആ ഒരു വഴുവഴുപ്പ്. അപ്പോൾ ഈ ടൊമാറ്റോ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല. എന്നിട്ട് ഒടുവിൽ ചേർക്കുമ്പോൾ നല്ല ബ്രൈറ്റ് കളറും കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇതിലേക്ക് ചേർക്കാം. പ്രഷർ കുക്കറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ വലിയ ഫ്രൈങ് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കിടന്ന് ഒന്നും കൂടി തിളച്ചാൽ മതി. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. എനിക്ക് സാമ്പാറിലെ
ആ ചുവന്നുള്ളി ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഏറ്റവും അവസാനം വേണമെങ്കിൽ കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം, ഒന്ന് ലൂസാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ സാമ്പാറൊന്ന് തളിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടണം, കൂടി പോവണ്ട. പിന്നെ 2 ഉണക്കമുളക്, 2 പിരിയൻ ഉണക്കമുളകാണ് ഞാൻ ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ കൂടി ഒന്നും കൂടി ചേർക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച സാമ്പാർ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടുള്ള ചോറുണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം നമുക്ക്. ആവശ്യത്തിനൊന്ന് ലൂസാക്കാം, വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചാൽ മതി. പിന്നെ ഏറ്റവും അവസാനം നല്ല പച്ച മല്ലിയില. ചോറ് റെഡി ആയില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നാടൻ വറുത്തരച്ച സാമ്പാർ ട്രൈ ചെയ്താൽ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ഇടാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.